ഹലോ, എല്ലാവർക്കും Mel&mel കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബിരിയാണികൾ പലതരം ഉണ്ടെങ്കിലും ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിൽ കട്ട് ചെയ്ത 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാലയൊക്കെ എല്ലാ ചിക്കൻ പീസിലും പറ്റാവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് വെക്കേണ്ടത്, മസാലയൊക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായി ഞാനിവിടെ ബിരിയാണിക്കുള്ള റൈസ് എടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 30 മിനിറ്റിന് ശേഷം അത് ഡ്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. 30 മിനിറ്റിൽ കൂടാൻ പാടില്ല. ഇനി മീഡിയം സൈസിലുള്ള 5 സവോള ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഒരേ കനത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി സവോള ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു സോസ് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി സവോള ഇട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് നല്ലത്. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മളിവിടെ സവോള ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ഇപ്പോൾ അതാ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് തൊടുമ്പം തന്നെ അറിയാൻ പറ്റും നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ സവോള ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ആ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ബേ ലീവ്സ്, 5 ഗ്രാമ്പു, 5 ഏലക്ക ചതച്ചത്, 2 തക്കോലം, 2 കഷ്ണം കറുവാപ്പട്ട ഇവ ഇട്ട് കൊടുക്കുക. ഇനി ഇന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേക്കും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ സവോളയൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ അരി എടുത്ത സെയിം ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് 2 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ബേ ലീവ്സ്, 2 കറുവാപ്പട്ട,
2 തക്കോലം, 5 ഗ്രാമ്പു, ഒരു 3 ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഈ ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് അല്പം ഇട്ട് കൊടുക്കുക. ഇനി ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ, റൈസിന് ആവശ്യമുള്ള ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കരുത്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. മൊത്തം ഒരു 15 മിനിറ്റ് എങ്കിലും വേവിക്കണം. ഇതാ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ 30 മിനിറ്റിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അരി ഇട്ട് തിളച്ചു കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. നമ്മുടെ അരി ഒരു 75% വെന്താൽ മതി. ബാക്കി ദം ഇടുമ്പോൾ വെന്തുകൊള്ളും. അരി തിളച്ചു കഴിഞ്ഞാൽ അധികം സമയം ആവശ്യമില്ല. നമ്മുടെ പരുവം എന്ന് പറയുന്നത് വെള്ളം വറ്റി വരുന്നതോടൊപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അരി കട്ട പിടിക്കുകയില്ല, അധികം ഡ്രൈ ആയി പോവുകയുമില്ല. ഇനി നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം ഗ്രേവിയുമുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി വറ്റിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കി എടുക്കണം. നമ്മൾ ഇതിലേക്കാണ് അരി ഇട്ട് ദം ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഗ്രേവി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഒട്ടും ഒട്ടലൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് ഇട്ട് ദം ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഒരു 1/4 കപ്പ് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. കൂടാതെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ റൈസ് ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് താന്നു പോകാതിരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിൻ്റെ ഒരു അര ഭാഗത്തോളം നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. അത് ഒരിക്കലും പ്രസ് ചെയ്ത് വെക്കരുത്, ജസ്റ്റ് നിരത്താനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് അല്പം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ബിരിയാണിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. നമ്മളിവിടെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്രസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ കാഷ്യൂ കിസ്മസ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടാതെ അത് വറുക്കാൻ ഉപയോഗിച്ച നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബാക്കി സവോള കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് തുറക്കാതെ വീണ്ടും അരമണിക്കൂർ കൂടി വെക്കുക. 1 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ സമയത്തൊന്നും അടപ്പ് തുറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിരിയാണി ഒരിക്കലും നല്ല ചൂടോടെ വിളമ്പരുത്, ചെറു ചൂടോടുകൂടി വേണം വിളമ്പാൻ. എന്നാലേ നമുക്ക് നമ്മളിട്ട സ്പൈസസിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പപ്പടം, നാരങ്ങാച്ചാറ്, തൈര് ചേർത്ത സാലഡ് ഇവയൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഓൾ എന്നുകൂടി ആക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.